ഹലോ, ഞാനിന്ന് സോയ വെച്ചിട്ടൊരു റോസ്റ്റാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. സോയ ചങ്ക്സ് വെച്ച് ഒരു റോസ്റ്റ്, നല്ല രുചികരമായിട്ടുള്ളൊരു റോസ്റ്റാണ്. അപ്പോൾ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം തിളച്ചതിന് ശേഷം ഈ സോയ ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാൻ ഇടാം. 5 മിനിറ്റ് കുറച്ച് ഉപ്പും കൂടി ഇട്ട ശേഷം ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇത് ഊറ്റിയിട്ട് നന്നായിട്ട് കണ്ണോപ്പയിൽ ഊറ്റിയെടുത്തിട്ട് പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകി നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കാം. പച്ചവെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. എന്നിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഞാനിതിനകത്ത് ഓയിലാണ് ചേർക്കുന്നത് കേട്ടോ. ഗോൾഡ് വിന്നറിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഒരു 2 ഏലക്കായ, പട്ട, ഗ്രാമ്പു ഇട്ട ശേഷം 2-3 കൊത്ത് തേങ്ങാക്കൊത്ത് കൂടി ഇട്ടിട്ട് ഒന്ന് വാടിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു വലിയൊരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ് കേട്ടോ അത്. കുറച്ച് കറിവേപ്പിലയും കൂട്ടി ഇട്ടതിന് ശേഷം നന്നായി വഴറ്റി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം സവാള. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി മൂപ്പിച്ച് എടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇടുവാണെങ്കിൽ പെട്ടെന്ന് മൂത്ത് കിട്ടും കേട്ടോ. അത് ഞാനിവിടെ അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചതച്ച മുളക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് കേട്ടോ. കുറച്ച് ചതച്ച മുളകും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് നന്നായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്, അത് ഇട്ടതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇളക്കി 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടി ഒരു 3/4 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട്, അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകും. പിന്നെ ഒരു ചെറിയൊരു തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം ഈ ഊറ്റി വെച്ചിരിക്കുന്ന ഈ സോയ നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കണം, അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം ഉണ്ടാവും. നന്നായിട്ട് പച്ചവെള്ളത്തിൽ നന്നായി കഴുകി പിഴിഞ്ഞ് എടുത്ത സോയയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. എത്ര നമ്മൾ പിഴിഞ്ഞെടുത്താലും അതിനകത്ത് ഇച്ചിരി വെള്ളം ഉണ്ടാവും. പിന്നെ ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കണമല്ലോ, അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ വെള്ളം ഒഴിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ മസാലക്കൂട്ടും ഇതും കൂടി ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി വെള്ളം ഒഴിച്ചത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇത്തിരി പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു സ്വാദിനും നല്ല വാസനയ്ക്കും വേണ്ടിയിട്ട് നല്ലതാട്ടോ ചേർക്കുന്നത്. നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് തുറന്നിട്ട് തന്നെ ഇതിനകത്ത് നന്നായിട്ട് വരട്ടി റോസ്റ്റാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ഡ്രൈയും അല്ല, അന്ന് ജ്യൂസി ആയിട്ടും അല്ല. ഇനി ഇത് കറി വയ്ക്കും, ചിക്കൻ വയ്ക്കണ മാതിരിയൊക്കെ വയ്ക്കും. ഞാനിവിടെ റോസ്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ റെസിപ്പി കേട്ടോ, സോയ ചങ്ക്സ് റോസ്റ്റ്. അടിപൊളി, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. സൂപ്പറായിരിക്കും കേട്ടോ. ശരിക്കും ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചിക്കൻ്റെ ഒപ്പം നിൽക്കണ സോയ. ഓക്കെ, താങ്ക് യു.